മകൻ സകലേശ ഞങ്ങൾ കരുണകർണവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടം. മധ്യത പുലരുന്നു, ജയമുള്ളോരും ജയലാഭം. മധ്യതയേവം സകലേശൻ ഇഹരം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. കർത്താവേ നീ അണയുവാൻ നടത്തണമേ. നല്ലവരൊക്കെ വലമ്പാകെ നൽകണമേ നിത്യായുസ് പരമോന്നതമം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയെയും മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിർപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സുവിശേഷം ചെയ്തു. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് എന്ന് അതിനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്ര ശബ്ദം കേൾക്കുകയും അത് അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർത്തനായും. ക്രിസ്തപ്പഞ്ചേട്ടന്റെ പ്രിയമുള്ള മക്കളെ, സഹധർമ്മിണി മേരി ചേച്ചി, പ്രിയപ്പെട്ട ഇടവകക്കാരെ, നാട്ടുകാരെ, സ്നേഹിതരെ, ക്രിസ്തപ്പഞ്ചേട്ടന്റെ ജീവിതം ഒരു ഓർമ്മയായി മാറുവാൻ പോവുകയാണ്. ക്രിസ്തപ്പഞ്ചേട്ടന്റെ മരണം അല്ല, അദ്ദേഹത്തിന്റെ മക്കൾക്ക് രോഗാവസ്ഥയിലാണെങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കണം. എത്ര കാലം ജീവിച്ചിരുന്നാലും ആ അപ്പന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ അവർക്കൊരു ബുദ്ധിമുട്ടല്ല. ആ സ്ഥിതിയിൽ അപ്പൻ മരിക്കണമെന്ന് മക്കളാരും ആഗ്രഹിക്കുകയില്ല. പക്ഷേ ഈ കഴിഞ്ഞ 3 വർഷക്കാലമായി ക്രിസ്തപ്പാൻ ചേട്ടന്റെ രോഗത്തിന്റെ ശരശയ്യയിലുള്ള ആ വാസം കാണുന്ന ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ നിന്നും ഉയരുന്ന ആദ്യത്തെ പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തെ ഈ രോഗത്തിന്റെ ശരശയ്യയിൽ നിന്നും നീക്കണമേ എന്ന്. അത് ഈ ലോകത്തിലേക്ക് തിരികെ വന്നുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ പഴയ
വിസ്മര കാലഘട്ടങ്ങളിലേക്ക് കടന്നു വരാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി കഴിഞ്ഞിരുന്ന സ്ഥിതിക്ക് അതാരും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ദയനീയമായ സ്ഥിതി, നിശ്ചലനായി കിടന്ന ഒരു ജീവശവം പോലെ ആയിരുന്ന എസ്തപ്പാൻ ചേട്ടനെ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അവസരത്തിൽ പലപ്പോഴും ഈ ഭവനത്തിൽ വരുവാനും അദ്ദേഹത്തെ സന്ദർശിക്കുവാനും ഇടയായിട്ടുണ്ട്. കാരണം എല്ലാവരും അറിയുന്നത് പോലെ, പറയുന്നത് പോലെ വണ്ടമൂലച്ചൻ എസ്തപ്പാൻ ചേട്ടന്റെ സ്നേഹിതനും എസ്തപ്പാൻ ചേട്ടൻ വണ്ടമൂലച്ചന്റെ സ്നേഹിതനും ഈ ഇടത്തോയിലുള്ള എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു ചിന്തയാണ് ഇത്. തീർച്ചയായിട്ടും അതങ്ങനെയാണ് താനും. കാരണം ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരില് എസ്തപ്പാൻ ചേട്ടനുമായിട്ട് എന്നെടുത്തോളം ദീർഘകാലത്തെ പരിചയമുള്ളവരാരും തന്നെയില്ല. 1972 മുതലാണ് ഞാൻ എസ്തപ്പാൻ ചേട്ടനെ അറിയുന്നത്. 3 വർഷക്കാലം അദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഈ ഇടവകയില് പ്രവർത്തിക്കുവാനായിട്ട് വിചാരിയായിരുന്ന അവസരത്തിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പള്ളിയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തിനും സഭയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും നാടിനെയും നാട്ടുകാരെയും എല്ലാം വിട്ട് ഇടവകയിൽ സേവനത്തിനായി വന്നിരിക്കുന്ന വൈദികനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടത് ഏതൊരു വിശ്വാസിയുടെയും ധർമ്മമാണ്, കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വികാരിയോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു എസ്തപ്പാൻ ചേട്ടൻ. പ്രതിസന്ധികളില് കൈവിടാതെ അല്ലെങ്കിൽ മാറി നിൽക്കാതെ സഹായഹസ്തവുമായി മുൻപോട്ട് വരുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അച്ഛന്റെ സ്നേഹിതനാണല്ലോ ഞാനെന്ന് കരുതും എന്നുള്ളതായ ചിന്തയില് ചിലപ്പോൾ ചിലരെല്ലാം മാറി നിന്നേക്കാം. എന്നാൽ അങ്ങനെയുള്ള ഒരു ചിന്ത അദ്ദേഹത്തെ ഒരിക്കലും തീണ്ടിയിരുന്നില്ല. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും മനുഷ്യജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്യുവാൻ ആരെങ്കിലും ഒരു കൈത്താങ്ങായാല്, ഒരു സഹായമായാൽ തീർച്ചയായിട്ടും അത് ബലം നൽകും എന്നുള്ളത് നമുക്കറിയാം. എന്നുള്ള നിലയില് ഒരു അച്ചാച്ചൻ എന്നുള്ള നിലയില് ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തില് ജീവിച്ചിരുന്ന അച്ചാച്ചൻ ഞങ്ങൾക്ക് മാർഗദീപമായിരുന്നു, ഞങ്ങളുടെ അമ്മച്ചിയുടെ സഹായമായിരുന്നു, ഞങ്ങളുടെ അമ്മച്ചിയുടെ ജീവിത പങ്കാളി എന്നുള്ള നിലയിൽ അമ്മച്ചിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളെ വളർത്താൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അച്ചാച്ചനെ പോലും സന്നദ്ധനായിരുന്നു. നല്ല വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്, പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയത്, ദൈവത്തോടും സഭയോടും ചേർന്ന് നിൽക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത്, നല്ല കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങളോട് ആഹ്വാനം ചെയ്തത്, ഭാര്യയോടുള്ള കടമകള്, മക്കളോടുള്ള കടമകള്, അതുപോലെ തന്നെ കുടുംബത്തോട് മൊത്തത്തിലുള്ള കടമകള് എല്ലാം നിർവഹിക്കുന്നതിന് താല്പര്യനും അതിന് മുൻപന്തിയിൽ നിൽക്കുന്നവരും അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും സന്നദ്ധതയുള്ളവനായ ആളെയാണ് ആ നല്ല കുടുംബനാഥൻ എന്ന് പറയുക. ആ രീതിയിൽ അദ്ദേഹം നല്ലൊരു കുടുംബനാഥനായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾക്കെല്ലാം അദ്ദേഹം നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അദ്ദേഹത്തിന് 9 മക്കളുണ്ട്. അതിലൊരാള് അകാല ജന്മം പ്രാപിച്ചു. നമുക്കറിയാം, 3-4 വർഷങ്ങൾക്ക് മുമ്പ് ജോസുകുഞ്ഞ് എന്ന് പറയുന്ന ആ ഓമനപുത്രൻ അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്ന ഈ നാട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ജീവിച്ച് അദ്ദേഹത്തോട് സഹകരിച്ച് കുടുംബകാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ജോസുകുഞ്ഞ് മരിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം വേദനിച്ചു. അങ്ങനെ ആ ജോസുകുഞ്ഞ് ഒഴിച്ച് ബാക്കി 8 മക്കൾ ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട്. അതില് ഒരാൾ മാത്രമായപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള ദേശീയമ്മ ഓരോട് മറ്റുള്ളവരെല്ലാവരും വിദേശത്ത് അമേരിക്കയിലാണ്. എങ്കിലും അതെല്ലാവരും അച്ചാച്ചനെ കുറിച്ച് വലിയ സ്വപ്നങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. അവർക്കെല്ലാം ആ ജീവിതത്തിന് ഇന്നവർക്ക് അവരുടെ ആയിരിക്കുന്ന ഇടങ്ങളിലായിരിക്കാനായിട്ട് സാധിച്ചത് അവർക്ക് അദ്ദേഹം കൊടുത്ത വിദ്യാഭ്യാസമാണ്, അദ്ദേഹം കൊടുത്തതായ വളർച്ചയ്ക്ക് അദ്ദേഹം കൊടുത്ത പ്രോത്സാഹനമാണ്, അദ്ദേഹം അവരെ നയിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ആ മക്കളെല്ലാവരും ഇന്നിവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിന് മുമ്പിൽ അടുത്തവരിലായി അവരുടെ ഹൃദയം പൊടിക്കുകയാണ്.
അവരുടെ ഹൃദയസ്പന്ദനങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ മക്കളെല്ലാം വിദേശത്താണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പഴയ വീട് പൊളിച്ച് ഇപ്പോഴത്തെ ഈ വീട് പണിയുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ ഇത്ര വലിയ വീട് പണിയുന്നത് എന്തിനാണെന്ന് ചിലരൊക്കെ സംശയം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം പറയുണ്ടായി, എന്നോട് പറഞ്ഞതാണ്, അച്ഛാ, എന്റെ മക്കള് വിദേശത്താണെങ്കിലും അവരെല്ലാവരും ഇവിടെ വരുമ്പോൾ അവർക്കെല്ലാവർക്കും താമസിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ എല്ലാവർക്കും ഓരോ മുറി വേണം, അതുകൊണ്ട് വലിയ വീടാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വലിയ വീട് അവരൊക്കെ സഹകരണത്തോടുകൂടി നിർമ്മിച്ചത്. ഇതിന്റെ പരമാവധി നടത്തിയപ്പോൾ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിരുന്നു. വളരെ ആർഭാടമായ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ഭവനം എന്നുള്ളത്, ഈ വീട് എന്നുള്ളത്. അത് അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിച്ചു. ഈ ഭവനത്തിൽ കയറി താമസിക്കുവാനായിട്ട് അദ്ദേഹം സാധിച്ചു. ആഘോഷപൂർവ്വം ഈ ഭവനത്തിന്റെ വാസ്തുവിൽ വെഞ്ചിരിപ്പ് നടത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ സ്വപ്നം നിറവേറി. അത് കണ്ടുകൊണ്ടാണ് അതിനുശേഷമാണ് പ്രവർത്തിച്ച യൂസഫിന്റെ മരണം അദ്ദേഹത്തിന് വളരെ ആഘാതം സൃഷ്ടിച്ചു എന്ന് എനിക്ക് അറിയുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ആ വേദനിച്ച അദ്ദേഹത്തിന് യൂസഫിന്റെ മകൻ ജോലി വലിയൊരു മകനക്കാരനായി, അല്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസഫിന് സ്വന്തം മകന്റെ സ്ഥാനം ആവില്ല എങ്കിൽ തന്നെയും യാതൊരു ഹോളും കാണിക്കാതെ യൂസഫിന്റെ ചെയ്യുന്നവർ അതിനെ കൂടുതലായിട്ട് അപ്പത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയായിരുന്നു. രോഗാവസ്ഥയിലായിരുന്നപ്പോൾ അപ്പത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് നേഴ്സുമാരെ നിയോഗിച്ചു. അതുപോലെ തന്നെ പകൽ സമയവും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ റിപ്പോർട്ടിനെ നിയോഗിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുത്തി അപ്പത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ജനമ പറഞ്ഞത്, ജോസഫ് മരിച്ചു പോയെങ്കിലും ജോലികൾ വഴിയായിട്ട് ആ അപ്പത്തിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ജോലിപ്പെട്ട നിനക്ക് നന്ദി, മിനി നിനക്ക് നന്ദി എന്നവർ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അങ്ങനെ ഈ കുടുംബത്തിന്റെ അഭിമാനപരമായിട്ട് നൽകുന്ന പ്രാർത്ഥന നടത്തുക. ഇവിടെ ചില സന്ദർഭങ്ങളിൽ എനിക്ക് വൈകുന്നേരം എത്താനായിട്ട് സാധിച്ചപ്പോൾ കുടുംബ പ്രാർത്ഥന നടത്തുന്നതിലുള്ള താല്പര്യം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇരുന്നുകാരുണ്ടെങ്കിലും അധികളുണ്ടെങ്കിലും അവരെയൊക്കെ വെച്ചുകൊണ്ട് അവരെയൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ചെയ്യുന്നതിന് അദ്ദേഹം ഒരിക്കലും മുടക്കം വരുത്തിയിരുന്നില്ല. അങ്ങനെ കുടുംബ പ്രാർത്ഥനകളിൽ ഒക്കെ ഏർപ്പെട്ടുകൊണ്ട് നല്ല മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുവാൻ അദ്ദേഹം ഇടയാക്കി. അങ്ങനെ നല്ല കുടുംബജീവിതം നയിച്ച ആ മനുഷ്യനെ കുടുംബജീവിതക്കാരുടെ വിശ്വസിതാവിനെ കുറിച്ച് പറയുന്നത് പോലെ കുടുംബജീവിതക്കാരുടെ ഒരു മാതൃകയാണ് ക്രിസ്തുപാഞ്ചേട്ടൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. എങ്കിലും അതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. നിങ്ങൾ എല്ലാം വ്യക്തമായിട്ട് മുഴുവനായിട്ട് പറയുന്നില്ലെങ്കിലും എല്ലാം സാധിക്കുന്നത് ധാരാളമുണ്ട്. പക്ഷെ അദ്ദേഹം അന്യായമായിട്ടല്ല, എല്ലാം വേണ്ട വഴിയിൽ കൂടി നീതിയുക്തവും ന്യായവും സത്യസന്ധവുമായ വഴികളിൽ കൂടി സ്വത്ത് സമ്പാദിക്കുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. അതുകൊണ്ടാണ് ഇന്ന് അതെല്ലാം നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന് അതെല്ലാം കാണുവാനായിട്ട് സാധിച്ചു. അതുപോലെ ഈ നാടിന്റെ പൊതുപ്രവർത്തനങ്ങളിൽ അദ്ദേഹം തൽപരനായിരുന്നു. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പണ്ടുകാലത്ത് ഞാനൊക്കെ ഇരുന്നപ്പോൾ റോഡുകളൊന്നും നല്ല റോഡൊന്നും ഇല്ലായിരുന്നു. ആ റോഡിന്റെ നല്ല റോഡുണ്ടാകുന്നതിനും അതുപോലെ നാട് വികസിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം ഉത്സാഹം കാണിച്ചിരുന്നു. അതിന്റെ ഒരു ബഹുസ്പർദ്ധമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ബാഹ്യമായ അടയാളമായിരുന്നു. അദ്ദേഹത്തിന്റെ 1-2 പേരെയൊക്കെ ഞാനിവിടെ കാണുകയുണ്ടായി. അങ്ങനെ രാഷ്ട്രീയ രംഗങ്ങളിൽ അദ്ദേഹം വലിയൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തനായി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ആദർശങ്ങൾ ഉണ്ടായിരുന്നു. ആദർശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അങ്ങനെയെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അദ്ദേഹം അഭിമാനമാകുന്ന യേശുപാഞ്ചേട്ടനെ കുറിച്ച് തീമയായിട്ട് തെറ്റായിട്ട് പറയുവാൻ തീർച്ചയായിട്ടും എല്ലാവരെയും 100% അംഗീകരിക്കുന്നു വരികയില്ല. ചില വ്യത്യസ്തങ്ങളായ മേഖലകളൊക്കെ കാണും, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം. എങ്കിൽ തന്നെയും അദ്ദേഹത്തോട് സ്നേഹമുള്ളവർ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ വിലമതിക്കുന്നവരാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ, യേശുപാഞ്ചേട്ടന്റെ വിയോഗത്തില് ദുഃഖം എല്ലാവർക്കും ഉണ്ട്. കാരണം അദ്ദേഹം ഈ ലോകത്തിന് കടന്നു പോവുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവനിലെ ഉണ്ട് എന്ന് അല്ലാതെ അതിനെക്കുറിച്ചുള്ള ജീവന്റെ പ്രതികരണങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് അദ്ദേഹം ജീവിച്ച് ലോകത്തിന്റെ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഈ യേശുപാഞ്ചേട്ടന്റെ മക്കൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ദുഃഖമുണ്ട്. അതുകൊണ്ട് മക്കളെ ആശ്വസിപ്പിക്കാൻ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ അവരെ കൂടി ഓർക്കാം. യേശുപാഞ്ചേട്ടന് തീർച്ചയായിട്ടും
ഈ 3 വർഷക്കാലം രോഗശയ്യയിൽ കിടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹനത്തിന്റെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ തന്നെയും അദ്ദേഹം രോഗിയായി കിടന്നുകൊണ്ട് ദൈവസന്നിധിയിൽ അദ്ദേഹം പരിഹാരം ചെയ്യുകയായിരുന്നു എന്റെ ജീവിതത്തിന് വേണ്ടി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് ദൈവത്തിന്റെ മുഖം അദ്ദേഹം ദർശിക്കുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായി വിശ്വസിക്കാം. എങ്കിലും നമ്മുടെ മനുഷ്യനാണ്, അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ ഓർക്കാം, ഈ കുടുംബത്തെ ഓർക്കാം. ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുവഴി മാതൃകയായി ഞങ്ങളെ രക്ഷിക്കുകയും ചിലവിശുദ്ധായും നിന്റെ കൽപ്പനയായി ലോകം വിട്ട് പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനുഗ്രഹത്തിൽ പുരുഷമായി എത്തിക്കുവാൻ നിന്റെ പരിസ്ഥിതിന്മാർ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുത്താൽ നിന്റെ അമൂല്യമായ രക്തം ഉപേക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താന വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷ ശരണവും പ്രദാനം ചെയ്ത നിശ്ചയായി ദിവസത്തിന്റെ മഹത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സകലായത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാശന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തോനിശയായി കരയുന്നവ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ നീയാകുന്നു. ഇവന്റെ മുള്ളത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക. പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോ നിങ്ങളോട് യാത്ര പറയുന്നു. നശ്വരമുലകിൽ വിടുതിയെനിക്കാ നൽകിയ വസതി നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ
വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട